കേന്ദ്ര കമ്മിറ്റി നേതാക്കന്മാർ, ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, കുടുംബ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഭാക്കളെ, കൃത്യമായി പറഞ്ഞാൽ 28 വർഷത്തെ പ്രവാസ ജീവിതം പ്രതിയാക്കിയാണ് അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. ഈ അവസരത്തിൽ അറബൈൻ ഏരിയ കമ്മിറ്റിയുടെയും യൂണിറ്റ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മറ്റ് സഹകരണത്തിൽ ആഭിമുഖ്യത്തിൽ ഇവിടെ എനിക്ക് അതുപോലെ തന്നെ നേരിട്ടിട്ടുള്ള സ്വീകരണത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്ക് കതിരൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞാൻ ജനിച്ചത് കണ്ണൂരില്ല. ഞാൻ ജനിച്ചത് കോഴിക്കോട്. നമ്മുടെ അതിർത്തി ഗ്രാമമായ അഴിയൂർ പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത്. മാഹിയുടെ തൊട്ട് കിടക്കുന്ന പ്രദേശമാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന ഏകദേശം 10 വയസ്സ് പ്രായമായ അവസരത്തിലാണ് കണ്ണൂർ ജില്ലയിലെ കതിരൂരിൽ താമസമായിട്ടുള്ളത്. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, 2 സഹോദരൻ, 2 സഹോദരിമാർ അടങ്ങുന്നതാണ് അന്നത്തെ ആ കുടുംബം. പുരോഗമന ആശയങ്ങളും ഇടതുപക്ഷ ചിന്താഗതിയും ഒന്നും തന്നെ ഉള്ള ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നില്ല എന്നത്. ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല ഞാൻ ഈ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുടെ ഒരു രീതിയിലേക്ക് വന്നത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഒരു ഇടതുപക്ഷ ആശയത്തിന് ഉണ്ടാകുന്നത് ഹൈസ്കൂൾ പഠനകാലത്താണ്. എൻ്റെ ഹൈസ്കൂൾ പഠനകാലം എന്ന് പറയുന്നത് ഗവൺമെൻറ് കതിരൂർ ഹൈസ്കൂളിൽ വെച്ചാണ് ഞാൻ 8ാം ക്ലാസ്സുകളിൽ പഠിച്ചത്. 8ാം ക്ലാസ്സിൽ പോയപ്പോൾ തന്നെ കതിരൂർ ഹൈസ്കൂളിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ശക്തമായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പല രീതിയിൽ നടക്കുന്ന സ്കൂളാണ്. SFIയും ASUവും അതുപോലെ തന്നെ MOSFET, ABVP പോലെയുള്ള സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണ്. തുടർച്ചയായി 25 വർഷക്കാലം ASU ജയിച്ചുകൊണ്ടിരുന്ന ആ ഹൈസ്കൂളിൽ ഞാൻ പോകുന്നതിന് 1 വർഷം മുമ്പെയാണ് ഞാൻ പോകുന്നത്. ഘട്ടമൊക്കെ ഉസ്മാൻ അറിയാം. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന അവസരത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് പോകുന്നത്. ഹൈസ്കൂളിൽ ചരിത്രത്തിൽ ആദ്യമായി SFI ചെയ്യുന്നത്. അതിൻ്റെ 2ാമത്തെ വർഷമാണ് ഞാൻ കതിരൂർ ഹൈസ്കൂളിലെത്തുന്നത്. കതിരൂർ ഹൈസ്കൂളിലെത്തി ഈ ഇലക്ഷൻ പ്രചാരണം ഉണ്ടാവില്ല, വിദ്യാർത്ഥി സംഘടന ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ആ അവസരത്തിൽ SFIയുടെ കുടി കാണുന്ന മുദ്രാവാക്യം, 3 മുദ്രാവാക്യം എഴുതി: ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം. ഈ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത നക്ഷത്രാന്തിക ശുഭ്രപദം കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട രാഷ്ട്രീയം. ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ആ ഒരു മാനസികാവസ്ഥയായിരിക്കാം എന്നിലുള്ളത്. അതുമായി താരതമ്യം പ്രാപിക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും. അതുകൊണ്ടായിരിക്കാം അതുമായി കൂടുതൽ അടുക്കാനും പ്രാധാന്യം പ്രാപിക്കാനുള്ള മനസ്സിലുണ്ടായത്. അങ്ങനെ ആ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ SFIയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ അന്ന് തന്നെ സാധിച്ചു. 8ാം ക്ലാസ്സിൽ SFIക്ക് വേണ്ടി ലീഡറായി മത്സരിച്ചു. 8ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചു. ഞാനായിരുന്നു ക്ലാസ് ലീഡർ. 9ാം ക്ലാസ്സിൽ SFIയുടെ ബാനറിൽ തന്നെ ഞാനായിരുന്നു ക്ലാസ് ലീഡർ. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും ക്ലാസ് ലീഡർ ഞാനായിരുന്നു. കൂടെ സ്കൂൾ സ്പീക്കറും ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 2 വർഷം ബ്രഹ്മൻ കോളേജ്. അപ്പോൾ ഈ SFIയുടെ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ
നമ്മുടെ പ്രദേശത്ത് പഞ്ഞസറാമിയാണ് നമ്മുടെ ഗ്രാമം. നമ്മൾ വീട്ടിൽ 10 മിനിറ്റ് നടന്നു പോകുന്ന ദൂരെയുണ്ട്. പഞ്ഞസറാമിയാണ് ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ആ പ്രദേശത്തുള്ള സാധുക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നതിന് വേണ്ടി സാധിച്ചു. അങ്ങനെ DYFI, CPM ആ രീതിയിലുള്ള സാധുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി സാധിച്ചു. നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, നാട്ടിൽ പ്രവർത്തിക്കുന്ന ജോലി ലൈബ്രറി, വലിയൊരു ലൈബ്രറി, വായനശാല ലൈബ്രറിയുള്ള ഒരു വലിയൊരു കെട്ടിടങ്ങളുള്ള ഒരു സ്ഥാനമാണ് ലൈബ്രറി, ജോലി ലൈബ്രറി. അതുപോലെ തന്നെ പീപ്പിൾ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക സംഘം, അതുപോലെ തന്നെ സകല പാഠ്യഗോപാലൻ സ്മാരക സ്പോർട്സ് ക്ലബ്ബ്, ഈ സ്ഥാപനങ്ങളെല്ലാമായി പ്രവർത്തന സമിതി ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്നതിന് വേണ്ടി എനിക്ക് സാധിച്ചു. അങ്ങനെ രാഷ്ട്രീയമായി, രാഷ്ട്രീയ, കല, സാംസ്കാരിക, കായിക ആ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി എന്നെ ആവുന്ന രൂപത്തിൽ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എനിക്ക് സാധിച്ചു. ഞാൻ ഈ സഖാവ് പറഞ്ഞതുപോലെ ഒരു 15 8ാം ക്ലാസ്സിൽ മത്സരിച്ച് തോൽക്കുകയുണ്ടായി. നമ്മുടെ നാളെ എതിരാളികൾക്ക് ശക്തമായ സ്വാധീനമുള്ള പിന്നെ മേഖലയായിരുന്നു 8ാം വാർഡ് എന്ന് പറയുന്നത്. എന്നാലും സഖാവിനെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മത്സരം നടത്തുന്നതിന് വേണ്ടി, എതിരാളികളെ നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ആ മത്സരത്തോടെ നമുക്ക് സാധിക്കുന്നു. പിന്നെ അങ്ങനെ 1997 മെയ് 3-ാം തീയതി സൗദി അറേബ്യയിലേക്ക് വരികയാണ്. നമ്മുടെ മുമ്പാണ് വിഷയം. ആ കാരണം ഞാൻ ജോലി ചെയ്യുന്നത് ഒരു RSSന്റെ കേന്ദ്രത്തിലാണ്. 3-ാം മൈൽ എന്ന് പറയുന്ന ഒരു RSS കേന്ദ്രമുണ്ടാണ് കതിരൂരിൽ നിന്നല്ല, കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് 3-ാം മൈൽ. പിന്നെ കതിരൂർ പഞ്ചായത്തിലാണ് ഈ 2 പ്രദേശം. കണ്ണൂർ ജില്ലയിലുള്ള ക്രിമിനലുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡൈമുക്ക്. നമ്മുടെ സഹായം അറിയാൻ പറ്റും. അപ്പോൾ ഈ 3-ാം മൈലിൽ കഴിഞ്ഞാണ് ഈ എൻ്റെ ഈ സ്ഥാപനം, ഞാൻ ചെയ്യുന്ന ഈ സഹകരണ സ്ഥാപനം, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നത്. പാർട്ടി ഭരണസമിതിയുള്ള സ്ഥാപനമാണ്, പാർട്ടിയാണ് അവിടെ ജോലി ശരിയാക്കി തന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം പരിശ്രമത്തിൽ തന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു, വീട്ടുകാർക്കും വീട്ടമ്മകൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. നമുക്കത് തന്നെ വിസ ശരിയാക്കി ആദ്യം ഞാൻ വീട്ടിലെ കുറിച്ച് നിൽക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേണമെങ്കിൽ വന്നത് അവസാനത്തെ ശ്രമമാണ്. എനിക്ക് വന്നില്ലെങ്കിൽ വിസ പോകുന്ന പരിപാടി ഇല്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ എന്ന് പറഞ്ഞു. സൗദിയിലേക്ക് അങ്ങനെയാണ് 1997 മെയ് 3-ാം തീയതി സൗദി അറേബ്യയിൽ വന്ന് പ്രവാസം ആരംഭിക്കുന്നു. ഇവിടെ വന്നു ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാമൂഹിക പശ്ചാത്തലം. കാരണം നാട്ടിൽ ഈ സമൂഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം, കായിക പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിന്നിങ്ങനെ പ്രവർത്തിച്ച എനിക്ക് ഇവിടുത്തെ ആ സാഹചര്യത്തിൽ വന്നപ്പോൾ ആകെ ഭ്രാന്തായി വരികയും ഒരു തരത്തിൽ നിൽക്കാൻ പറ്റുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. 2001 ജനുവരി 1-ാം തീയതി കേളി രൂപീകരിച്ചു. 2001 ആ വർഷം തന്നെ അവസാന ഘട്ടത്തിലാണോ അല്ലെങ്കിൽ 2002 തുടക്കത്തിലാണോ എന്നറിയില്ല. എനിക്ക് ശരിക്ക് കേളിയിൽ വന്ന വർഷം അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കേളിയിൽ മെമ്പർഷിപ്പ് എടുത്തു. സാഗറിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ നല്ല രീതിയിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു. കേളി അർബൈൻ പ്രദേശത്ത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എന്നാലാവുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നും അധികം പറയുന്നില്ല. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ അസീസിയ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചു. അസീസി ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആദ്യം കേന്ദ്ര കമ്മിറ്റി യൂണിറ്റുകളെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഏരിയ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ അസീസി ഏരിയ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. അസീസി ഏരിയ കമ്മിറ്റി അൽ-ഹസാർ എന്ന് വെച്ചാൽ ഇതിന്
ഈ ബ്രിഡ്ജ് യൂണിറ്റ് വരെ കിടക്കുന്ന വലിയൊരു പ്രദേശമാണ് ഈ അസീസിയ ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അൽഹർ യൂണിറ്റ് കമ്മിറ്റിക്ക് പോകണം. അൽഹർ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രത്യേകത, അൽഹർ യൂണിറ്റ് കമ്മിറ്റിയിലുള്ള സഖാക്കൾ എന്ന് പറയുന്നത് പക്കാലകളിൽ പെട്രോൾ പമ്പ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സഖാക്കളാണ്. സഖാക്കൾക്ക് പണി തീരെ 12 മണിയാണ്. 12 മണിക്ക് സഖാക്കൾ ഫ്രീയാണ്. 12 മണിക്ക് യോഗം നടത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ അമ്പേക്ക് ഒരു 11:30 അൽഹറിന് പോകും. സഖാക്കൾ 12 മണിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് 1 മണി കഴിഞ്ഞാൽ നമ്മുടെ യോഗം തുടങ്ങും. 1 മണിക്ക് 1:30 മണിക്ക് യോഗം തുടങ്ങി. അപ്പോൾ ഏരിയ കമ്മിറ്റിയുടെ പ്രതിനിധികളായിട്ട് നമ്മളത് പങ്കെടുത്ത് അപ്പോൾ നമ്മൾ പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തിരിച്ച് വരുമ്പോൾ പുലർച്ചെ ഏകദേശം 5:30-6 മണിക്ക് നമ്മൾ തിരിച്ച് അർബയിലെത്തും. അർബയിലെത്തിയപ്പോൾ നമ്മുടെ മർഹബ ഹോട്ടൽ തുറന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് ചായയൊക്കെ കുറിച്ചാണെങ്കിൽ റൂം പോകും. തുടങ്ങാനൊന്നും കഴിയില്ല. അടുത്ത പരിപാടി യൂണിറ്റ് കമ്മിറ്റി 9 മണിക്കോ 10 മണിക്കോ യൂണിറ്റ് കമ്മിറ്റി കാര്യമൊക്കെ റെഡിയായിരിക്കണം. അങ്ങോട്ടേക്ക് പോവാണ്. ആ രീതിയിലാണ് പ്രവർത്തനം. വളരെ ത്യാഗം സഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അന്നൊക്കെ നമ്മൾ നടത്തിയത്. ഇന്നൊന്നും അത്ര വലിയ രീതിയിലുള്ളൊരു പ്രയാസമായിരുന്നില്ല. നമ്മുടെ കൂടി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സഹാക്കൾ പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല, ഇന്ന് ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും നല്ല ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. സംഘടനയെ എടുത്തുകൊണ്ടുവന്നിരുന്നു. പിന്നെയാണ് അസീസിയ ഏരിയ കമ്മിറ്റി 2ആയി. ആർമി ഏരിയ കമ്മിറ്റി, അസീസിയ ഏരിയ കമ്മിറ്റിയൊക്കെ ആയി വന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഇനി കുറേ കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ സഹാക്കളൊന്നും വിഷമിപ്പിക്കുന്നില്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ലീലസഹാബിന് ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഡിസ്കോയ്ക്കുള്ള പ്രശ്നങ്ങൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിനായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഭയപ്പെടാനൊന്നുമില്ല. ഇപ്പോഴുള്ള ആ ഒരു ഇത് നിലനിർത്തി പോയാൽ മതി. ശ്രദ്ധിക്കാതിരുന്ന പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവിടെ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഏരിയയുടെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് 1 വർഷക്കാലത്തോളം നിലനിൽക്കുന്ന പിന്നെ ആഘോഷങ്ങളാണ്. ആ ആഘോഷ പരിപാടികളിൽ മുഴുവനായും പങ്കെടുത്തില്ലെങ്കിൽ തുടക്കത്തിൽ നിന്ന് 2-3 പരിപാടികളിലെങ്കിലും പങ്കെടുത്ത് പോകണമെന്ന് ഞാൻ പറയുന്നത്. 2-3 പരിപാടികളിൽ ജനുവരി ആ സമയത്ത് നടക്കുന്ന 2-3 പരിപാടികളിൽ പങ്കെടുത്ത് പോകണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ നടത്താൻ ഒരു ആരോഗ്യ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം മാറ്റിവെക്കാനല്ലാതെ വേറൊരു മാർഗമില്ല. ഏതായാലും പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ തന്ന ഈ ഹാർദമായ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹാഭിവാദ്യങ്ങൾ ഒപ്പം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക്